പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയാണ്. ലോകത്തെ വൻ ശക്തികൾ നേർക്കുനേർ പോരാടുന്ന കാഴ്ചയാണ് ഇപ്പോൾ അറബ് മണ്ണിൽ നിന്നും വരുന്നത്. ഒരു വശത്ത് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖംനിയുടെ വധത്തിന് ശേഷമുള്ള വിലാപയാത്രകളും ദുഃഖാചരണങ്ങളും അവസാനിക്കുമ്പോൾ മറുവശത്ത് ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇറാൻ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തുന്ന വൻ വ്യോമാക്രമണങ്ങളും. എന്തായാലും പശ്ചിമേഷ്യയിലെ ഈ ഒരു കളി മാത്രമല്ല, ഇതിനിടയിൽ നാറ്റോ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ യുദ്ധത്തിൽ നടത്തിയ കളം മാറ്റവും ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖംനിയുടെ ഭൗതിക ശരീരം ഇറാഖിലെ വിശുദ്ധ ഷിയ നഗരങ്ങളായിട്ടുള്ള നജാഫിലൂടെയും കർബലയിലൂടെയും കടന്ന അദ്ദേഹത്തിന്റെ ജന്മദേശമായിട്ടുള്ള മഹ്ഷാദിലേക്ക് അന്ത്യവിശ്രമത്തിനായിട്ട് പോയിരുന്നു. ആ ഒരു ചടങ്ങുകൾ കഴിഞ്ഞിരുന്നു. അതേ സമയത്താണ്, ആ ഒരു ചടങ്ങുകൾ നടക്കുന്ന സമയത്തായിരുന്നു അമേരിക്ക ഇറാനെ ഞെട്ടിച്ചുകൊണ്ട് കടുത്ത ആക്രമണം അഴിച്ചുവിട്ടത്. കഴിഞ്ഞ ദിവസം 80 കേന്ദ്രങ്ങളിലാണ്, അതിനു മുമ്പ് 80 കേന്ദ്രങ്ങളിലാണ് ഈ ആക്രമണം നടന്നത് എങ്കിൽ കഴിഞ്ഞ ദിവസം ഈ ഒരു ശവസംസ്കാര ചടങ്ങുകൾക്കിടയിൽ നടന്ന, അല്ലെങ്കിൽ ആ ദിവസത്തെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 90 ഇടങ്ങളിലാണ് അമേരിക്ക ബോംബിട്ടത്. ഒരു വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഈ അമേരിക്ക തൊടുത്തുവിട്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ പിന്തുണയോടെ ആയിരക്കണക്കിന് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ചബഹാർ തുറമുഖത്തിന് നേരെ ഉണ്ടായ ആക്രമണം കൂടിയാണിത്. ആക്രമണത്തിൽ അവിടുത്തെ പ്രധാന മാരിടൈം ടവർ തകരുകയും അതുപോലെ തന്നെ വൈദ്യുതി ബന്ധങ്ങൾ പൂർണ്ണമായിട്ട് വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. ഈ ചബഹാർ കൂടാതെ ബന്ദർ അബ്ബാസ്, സിറിക്ക്, ബുഷേർ തുടങ്ങിയ ഇറാന്റെ പ്രധാന തീരദേശ മേഖലകളെല്ലാം ഇപ്പോൾ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഈ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ആഗോള കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ട്രംപ് ഭരണകൂടം ഇതിന് നൽകുന്ന ന്യായീകരണം എന്ന് പറയുന്നത്. അമേരിക്കയുടെ ഈ ഒരു നരയാട്ടിന് മുന്നിൽ ഇറാൻ വെറുതെ ഇരുന്നില്ല. അടുത്ത അല്ലെങ്കിൽ നിമിഷം തന്നെയാണ് കുവൈറ്റിലും ബഹ്റിനിലേക്കും കടുത്ത പ്രത്യാക്രമണം നടത്തിയത്. ഈ ബഹ്റിനിലുള്ള അമേരിക്കയുടെ 5ാം കപ്പൽ പടയ്ക്ക് നേരെ കുവൈറ്റിലെ വൻ US സൈനിക താവളത്തിന് നേരെയും ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചു. എന്നാൽ ഈ മിസൈലുകളെല്ലാം തങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു കളഞ്ഞു എന്നാണ് കുവൈറ്റും ബഹ്റിനും അവകാശപ്പെടുന്നത്. ഇതിനിടയിൽ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഇരിക്കുന്ന ഖത്തറിലെ ദോഹയിൽ രാത്രി മുഴുവൻ അപായ സൈറണുകൾ തുടർച്ചയായിട്ട് മുഴങ്ങി. വലിയ ആക്രമണങ്ങൾ ഖത്തറിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും കനത്ത ജാഗ്രതയിലാണ് രാജ്യമുള്ളത്. കഴിഞ്ഞ രാത്രി തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽഥാനിയുമായിട്ട് സംസാരിച്ചിരുന്നു. എന്നാൽ മിതവാദിയായിട്ടുള്ള വിദേശകാര്യമന്ത്രി പറയുന്നത് പോലെയല്ല ഇറാന്റെ കാര്യങ്ങൾ. അയത്തുള്ള അലി ഖംനിയുടെ മകൻ മുജ്തബയിൽ നിന്ന് നേരിട്ട് ഉത്തരവുകൾ സ്വീകരിക്കുന്ന ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കടുത്ത പ്രതികാര ചിന്തയിലാണ്. തങ്ങളുടെ പ്രിയ നേതാവിനെ കൊന്നതിന് ലോകത്തിന് മുകളിൽ അവർ കടുത്ത പ്രതികാരം തീർക്കുമെന്നാണ്, അല്ലെങ്കിൽ എന്ന് തന്നെയാണ് ആ ഒരു നിലപാടുള്ളത്. ഈ സംഘർഷം മുറുകിയതോടെ ഹോർമുസ് കടലിടുക്ക് ഒരു മരണക്കെണിയായിട്ട് മാറിയിരിക്കുകയാണ്. ഒമാൻ തീരത്തുകൂടി അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം പുതിയ കപ്പൽ പാതയുണ്ടാക്കി സഞ്ചരിക്കാൻ ശ്രമിച്ച 3 കപ്പലുകളെ ഇറാൻ ആക്രമിച്ചിരുന്നു. തങ്ങളുടെ അനുമതിയില്ലാതെ മറ്റൊരു പാതയിലൂടെ സഞ്ചരിച്ചാൽ അപകടമുണ്ടാകുമെന്ന് തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായിട്ടാണ് ഇറാന്റെ വാദം. ഈ റൂട്ടിലൂടെ കടന്നു വന്ന ഒരു ഇന്ത്യൻ കപ്പലിനെ ഇറാൻ ആക്രമിക്കാതെ റൂട്ട് തിരിച്ചുവിട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നത് ബുദ്ധിയല്ല എന്ന് ഇറാൻ നന്നായിട്ട് അറിയാം. മാത്രമല്ല, എങ്കിലും ഈ ഒരു യുദ്ധം ഇന്ത്യൻ നാവികർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. മുമ്പ് കുവൈറ്റ് വിമാനത്താവളങ്ങളിൽ ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിന് തീപിടിച്ച് 3 നാവികർ കൊല്ലപ്പെടുന്ന സംഭവമുണ്ടായി. അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണമായിരുന്നു. അപ്പം ലോകമെമ്പാടുമുള്ള കപ്പലുകളിൽ 3 ലക്ഷത്തോളം ഇന്ത്യൻ ജീവനക്കാരാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകരുതെന്നും ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുർക്കിയിലെ അങ്കാറയിൽ നടന്ന നാറ്റോ സമ്മേളനം കഴിഞ്ഞ വിമാനത്തിൽ അമേരിക്കയിലേക്ക് മടങ്ങുമ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചത് ഇറാന് നേരെയുള്ള ആക്രമണം തുടരുമെന്നാണ്. എന്നാൽ ട്രംപിന്റെ വാക്കുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇതിനിടയിലാണ് യുക്രൈൻ വിഷയത്തിൽ ട്രംപ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കളം മാറ്റി ചവിട്ടിയത്. മുമ്പ് വ്ളാഡിമിർ പുടിനോട് മൃദു സമീപനം കാണിക്കുകയും സെലൻസ്കിയെ വൈറ്റ് ഹൌസിൽ വിളിച്ച് അപമാനിക്കുകയും ചെയ്ത ട്രംപ് ഇപ്പോൾ യുക്രൈന്റെ രക്ഷകനായിട്ട് വീണ്ടും വേഷമിടുകയാണ്. നാറ്റോ യോഗത്തിൽ വെച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ട് ട്രംപ് കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ മിസൈലുകളെയും ഡ്രോണുകളെയും നേരിടാൻ ലോകോത്തരമായിട്ടുള്ള പേട്രിയോട്ട് മിസൈൽ ഭേദക സംവിധാനം യുക്രൈനിൽ തന്നെ സ്വന്തമായിട്ട് നിർമ്മിക്കാനുള്ള ഒരു വൻ ലൈസൻസ് ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി. ലോകത്ത് ജപ്പാനും ജർമ്മനിക്കും ശേഷം ഈ ഒരു അനുമതി ലഭിക്കുന്ന മൂന്നാമത്തെ രാജ്യം മാത്രമാണ് യുക്രൈൻ. റഷ്യൻ പ്രസിഡന്റ് പുടിൻ പുറകിൽ കൂടി ഇറാന് സാറ്റലൈറ്റ് വിവരങ്ങളും ചൈനീസ് ആയുധങ്ങളും നൽകി സഹായിക്കുന്നതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഇതിന് പ്രതികാരമായാണ് ട്രംപ് ഇപ്പോൾ റഷ്യക്കെതിരെ യുക്രൈന് മാരകായുധങ്ങൾ നൽകാൻ തീരുമാനിച്ചത്. എന്നാൽ പശ്ചിമേഷ്യയിലെ ഈ ഒരു കളികൾക്കിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കക്കെതിരെ കടുത്ത അതൃപ്തിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കൻ മാധ്യമമായിട്ടുള്ള CNN നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ട്രംപിന്റെ ചില നയങ്ങളെ തള്ളിപ്പറഞ്ഞു. ഈ പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെ മാത്രം കുത്തകയായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള F-35 യുദ്ധവിമാനങ്ങൾ തുർക്കിക്ക് നൽകാമെന്ന് ട്രംപ് തുർക്കി പ്രസിഡന്റ് എർദോഗിന് ഉറപ്പ് നൽകിയതാണ് നെതന്യാഹുവിനെ പ്രകോപിപ്പിച്ചത്. ഹമാസിനെയും മുസ്ലിം ബ്രദർഹുഡിനെയും പോലുള്ള ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന തുർക്കിക്ക് ഇത്തരം മാരകായുധങ്ങൾ നൽകിയാൽ അത് പഴയ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ പുനർജനനത്തിന് കാരണമാകുമെന്നും ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിലെ ശക്തമായിട്ടുള്ള ജൂത ലോബിയുടെ സമ്മർദ്ദം കാരണം ട്രംപ് ഇപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പതുക്കെ പിന്നോട്ട് വലിഞ്ഞിരിക്കുകയാണ്. ചർച്ചകളിലൂടെ ഇറാന്റെ ആണവായുധ ശേഷി ഇല്ലാതാക്കാമെന്ന് ട്രംപിന്റെ മോഹത്തെയും ഇപ്പോൾ നെതന്യാഹു പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. അമേരിക്കയിലെ വരാനിരിക്കുന്ന നവംബർ തെരഞ്ഞെടുപ്പും കോൺഗ്രസിൽ നിന്നുള്ള തിരിച്ചടികളും കാരണം ട്രംപിന് ഈ ഒരു യുദ്ധം അധികകാലം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. എങ്കിലും ആയുധ കച്ചവടക്കാരുടെയും ഓഹരി വിപണിയിലെ വമ്പന്മാരുടെയും ലാഭക്കൊതി കാരണം ഈ ഒരു യുദ്ധം കത്തുകയാണ്. ഇതിന്റെ ഫലമായിട്ട് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $70 നിന്ന് $80 കുതിച്ചുയർന്നു. ഇത് തുടർന്നാൽ പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയ്ക്കൊപ്പം നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ആകാശം മുട്ടും എന്നതിൽ തർക്കമില്ല. ഈ ഗസയിലും ലബനാനിലും സിറിയയിലുമെല്ലാം ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ ഈ സംഘർഷം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തെയാണ്. കാരണം 40 ലക്ഷത്തിലധികം മലയാളികളാണ് ഗൾഫ് നാടുകളിൽ ചോര നീരാക്കി പണിയെടുക്കുന്നത്. അവരുടെ സുരക്ഷയും അവർ നാട്ടിലേക്ക് അയക്കുമെന്ന പണവുമാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ മധ്യപൂർവേഷ്യയിലെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കാൻ കഴിയൂ. എങ്കിലും വലിയ രീതിയിലുള്ള യുദ്ധം തന്നെയാണ് ഇരു രാജ്യങ്ങളും കൊണ്ടുവരുന്നത്. ഇതിനിടയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ലോകാരോഗ്യ സംഘടന വരെ ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഹോർമുസ് പൂർണ്ണമായിട്ട് അടയ്ക്കുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അടച്ചു. അതുകൊണ്ട് തന്നെ ഇനി ഈ ചെങ്കടൽ കൂടി പൂർണ്ണമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. സാമ്പത്തികം മാത്രമല്ല, ആരോഗ്യം, അതുപോലെ തന്നെ മരുന്നുകൾ എല്ലാം തന്നെ ഈ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിൽ പല രാജ്യങ്ങളും അതിനെ സ്വാധീനിച്ച് അല്ലെങ്കിൽ അതിനെ മാത്രം കഴിയുന്ന ആളുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്കും അല്ലെങ്കിൽ രാജ്യങ്ങൾക്കും വലിയ തിരിച്ചടിയായിരിക്കും. ഒരുപക്ഷെ ഒരു മഹാദുരന്തത്തിലേക്ക് ഈ കടലുകൾ രണ്ടും പൂട്ടിക്കഴിഞ്ഞാൽ പോകാനുള്ള സാധ്യതകളും ഏറെയാണ്.